ഇന്ന് നമുക്ക് ബാംഗ്ലൂർ സ്പെഷ്യൽ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഇട്ടത് ഉഴുന്നുപരിപ്പാണ് കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂണോളം കടലപ്പരിപ്പ്. അതൊന്ന് ഒരു ഡാർക്ക് കളറായിട്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, വല്ലാതെ കരിഞ്ഞു പോകരുത്. അത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സവാള ഇതേ രീതിയിലായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. നീളത്തിൽ അരിയ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞിടാം. ഞങ്ങൾ സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അത് നമ്മൾ ഓരോ ചെക്ക് ചെയ്തിട്ട് ഇടുക നല്ലത്. ഇനി നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഉപ്പുമാവിന് നല്ലൊരു മണം കിട്ടും. ഒന്ന് സവാള ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അത് സവാള ഒന്ന് കുറച്ച് പകുതി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ചെറിയ തക്കാളിയാണ് ഞങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തു, 1 or 2 ചേർത്തു. ഇനി നമ്മളിത് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. നമ്മുടെ ഉപ്പുമാവിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതും ചേർത്ത് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും തേങ്ങയൊന്ന് അതിലൊന്ന് നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇതെല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ റവ എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് വെള്ളമുണ്ട്. നമ്മളിത് തിളപ്പിച്ച വെള്ളം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് വേഗം റെഡി ആയിട്ട് കിട്ടും. വെള്ളം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം റവ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളതൊന്ന് മിക്സാക്കി എടുക്കുക. തിളച്ച് വരുമ്പോൾ ഇതേ രീതിയിലാവും. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉപ്പുമാവ് ഒന്നും കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ് കേട്ടോ.